ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പിടിയുടെ റെസിപ്പിയാണ്. അതെ, അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണ്? വെളുത്തുള്ളി, കൊച്ചുള്ളി, ജീരകം ചതച്ചത്, 2 കപ്പ് അരിപ്പൊടി, 1.5 കപ്പ് തേങ്ങ. ഇതിനകത്തോട്ട് ഞാൻ അരിപ്പൊടിയും അതേപോലെ തന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ. മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ടായിരിക്കും നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതുകൊണ്ട് ഒരു കട്ട കുത്താതെ നല്ല രീതിയിൽ ഇതിനെ തേങ്ങയും അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് വീണ്ടും ഒരു 5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. 2 കപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൊച്ചുള്ളിയുടെ വെള്ളവും പിന്നെ അല്ലാതെ ഞാൻ 3 കപ്പ് വെള്ളം കൂടി അല്ലാതെ നോർമലായിട്ട് കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിനകത്തോട്ട് ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ടകളെല്ലാം കൂടി പയ്യനെ പറക്കി ഇടുവാണ്. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി വിടുവാണ് ഉണ്ടകളെല്ലാം. ഈ സമയത്ത് ഞാൻ വേറൊരു പാത്രത്തിൽ 1/2 കപ്പ് തേങ്ങയും അതിനകത്തിട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ പിടി തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യാണ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയ കട്ടിയും കുറുക്കുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങയും അരിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർക്കുന്നത്. അങ്ങനെ ഇത് ആഡ് ചെയ്തിട്ട് പയ്യനെ ഒന്ന് ഇളക്കി വിടുക. ഒന്ന് ചെറുതായിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിത് റെഡിയായിട്ട് വരുന്നതാണ്. പിന്നെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ചൊരു 5 മിനിറ്റ് വെച്ചിട്ട് അത് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡിയാക്കുകയാണ്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.